ലുലുമാൾ വരെ ഒന്ന് പോയിട്ട് വന്നാലോ? അമ്മ തിരിച്ചു വന്നു കേട്ടോ. അപ്പം പിന്നെ ഇന്ന് കുഞ്ഞിന് കൂട്ട് അപ്പായുണ്ട്. അന്നെങ്കിൽ ഓർത്ത് ലുലുമാളിൽ പോയേക്കാന്ന്. അങ്ങനെ ലുലുമാളിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ച് ഇന്ന് ഗ്രൗണ്ട് ഫ്ലോർ കറങ്ങണമെന്ന്. കാരണം ഇത്ര നാൾ ലുലുമാളിൽ പോയത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ കറങ്ങുന്ന സാധനം കണ്ടത്. അത് കാണാൻ നമ്മൾ സ്ക്വിഡ് ഗെയിം പോലെയില്ലേ, ആ ടെഡി ബിയറും കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ട് വന്നു കേട്ടോ. എവിടെ പോയാലും ഞങ്ങൾക്ക് ആദ്യമേ തിന്നണം, അതാണ് മെയിൻ. അവിടെ വന്നിട്ട് ഞങ്ങൾ ബർഗർ കിങ് ഇതുവരെ കയറിയിട്ടില്ല. അപ്പുറത്ത് ബർഗർ കിങ്ങിൽ കയറി ബർഗർ കഴിക്കാമെന്ന് ഓർഡർ ചെയ്ത് ബർഗർ വന്നപ്പോഴത്തേനും ഫോട്ടോ എടുപ്പും കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബർഗർ കഴിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ബർഗർ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ. ബർഗറൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി സ്റ്റുഡിയോയിൽ വന്ന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്നു. ചേച്ചിക്ക് ഒരു ഷാമ്പു മേടിക്കാനുണ്ടായിരുന്നു. അവിടെ ഏത് ഷാമ്പു എടുക്കണമെന്നുള്ള കൺഫ്യൂഷന് ഇപ്പോഴും. അവിടുന്ന് ഷാമ്പു എടുത്തിട്ട് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പിന്നെ ഞങ്ങൾ വെളിയിറങ്ങിയപ്പോൾ അവിടെ ഒരു ചായത്തട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കോഫിക്കാണ് പറഞ്ഞെങ്കിലും അവർ ബില്ലടിച്ച് തന്ന് ചായയ്ക്ക. അതോ ചായ ഒരു അണ്ടാവിനകത്ത്. അത് കുടിച്ച് തീർക്കാൻ പെട്ടപാട് ഞങ്ങൾക്കറിയാം. ചായ കുടിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ക്രിസ്മസ് ട്രീയുടെ ആകൃതി ആർച്ച് വെച്ചേക്കുന്നു. അവിടെ നിന്ന് അവർ ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങളപ്പോൾ ഓർത്തെങ്കിൽ അതൊരു നടന്നെങ്കിലും വരാമെന്ന്. പിന്നെ എന്തിനാ എന്തോ അവരവിടെ വെച്ചേക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ബസ് കയറി പാളയത്ത് വന്നു കേട്ടോ. ഞങ്ങൾക്ക് പാളയത്തുനിന്ന് ഒരു ബസ്സും കൂടെ കയറിയാലേ വീട്ടിൽ വരാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് അടുത്ത ബസ്സും കയറി വീട്ടിൽ വന്നപ്പോഴത്തേനും കുറച്ച് കഴിഞ്ഞ് അപ്പായും വന്നു. അപ്പ വരുന്നവൻ വെയിറ്റ് ചെയ്ത ഒരാൾ ഇവിടെ നിൽക്കുമായിരുന്നു അപ്പാടെ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.